Yes. എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനും തിരക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കൊളസ്ട്രോളിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കൊളസ്ട്രോളിനെ എങ്ങനെയാണ് ആയുർവേദത്തിൽ ചികിത്സിക്കുക, അതിന്റെ ഒറ്റമൂലികൾ, അതുപോലെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പൊ എന്നെ അറിയാത്തവർക്ക് എന്റെ പേര് സെറിൻ, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഒട്ടും വളച്ചു കെട്ടാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കൊളസ്ട്രോൾ എന്നത് ഒരു മോഡേൺ വേർഡ് ആണ് അല്ലെ. അപ്പൊ കൊളസ്ട്രോൾ എന്ന ഒരു എന്താ പറയാ, അങ്ങനെ ഒരു വാക്ക് ഒരിക്കലും നമ്മുടെ ആയുർവേദ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റില്ല. പക്ഷെ കൊളസ്ട്രോളിനെ ആയുർവേദപരമായിട്ട് ഒരുപാട് ലേഖനങ്ങളിൽ അവര് പ്രതിപാദിച്ചിട്ടുണ്ട് എന്താണ് കൊളസ്ട്രോൾ എന്നുള്ളത്. അവർ പറയുന്നത് എന്തുവാ വെച്ചാല്, കഫദോഷം, നമ്മുടെ ശരീരത്തിലുള്ള ത്രിദോഷത്തിൽ ഒന്നാണ് കഫ. അത് കൂടുന്ന സമയത്ത്, കഫദോഷം കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ആമാവസ്ഥ കൂടുന്നു. ആമാവസ്ഥ എന്ന് പറയുന്നത് അറിയാലോ, ആമം, അതായത് ഡൈജഷൻ ശരിയായ പ്രോപ്പർ ഡൈജഷൻ ഇല്ലാതെ ഇൻഡൈജഷൻ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആമം ഉണ്ടാകുന്നത്. ആ ആമാവസ്ഥ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കൂടുകയാണ് കേട്ടോ. അപ്പൊ ഈ കൊഴുപ്പ് കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഈ ആമം എന്ന് പറയുന്നത് വിഷാംശമാണ്. അത് നമ്മുടെ ശരീരത്തിൽ എവിടെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും കൊഴുപ്പടിഞ്ഞു കൂടുന്നു. അതിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് ആധുനിക വൈദ്യശാസ്ത്രം വിളിക്കുന്നത്. അപ്പം ഇതിലെന്താ സംഭവിക്കുന്നത്, ധാതുപാചനം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ 7 ധാതുക്കൾ ഉണ്ടെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഏതൊക്കെയാണത്? രസം, രക്തം, മാംസം, മേദം, അസ്ഥി, മജ്ജ, ശുക്ല. ഈ 7 ധാതുക്കൾക്കും നല്ല രീതിയിലുള്ള നറിഷ്മെന്റ് കിട്ടിയാലാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രൊസീജിയേഴ്സും നല്ല രീതിയിൽ നടക്കുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാല് കൊളസ്ട്രോൾ ഉള്ള വ്യക്തിയില് ഈ ലാസ്റ്റത്തെ 7ാമത്തെ ശുക്ലധാതുവിൽ നിന്ന് തിരിച്ചു വരുന്ന സ്ഥിതിയാണ്, അതായത് രസധാതുവിലേക്ക് തിരിച്ചു വരുന്ന സ്ഥിതിയാണ്. നറിഷ്മെന്റ് ഒന്നും നടക്കാതെ എല്ലാ ധാതുക്കളും ക്ഷയിച്ചു പോവാണ്. മനസ്സിലായോ? അതാണ് ജീർണിക്കുക എന്ന് പറയും. ആ ജീർണമായ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം എത്തിച്ചേരും. അതാണ് ഇതിൽ സംഭവിക്കുന്നത് കൊളസ്ട്രോളിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ ചോദിക്കും. പലരും ചോദിക്കുന്നതാണ്, ഡോക്ടർ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ എന്താണ്? ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവും. അതുപോലെ എപ്പോഴും നമ്മൾ കോട്ടുവായി ഇടും, അതായത് ഉറക്കം, എപ്പോഴും നമുക്ക് ഒരു ഉറക്ക ക്ഷീണമായിരിക്കും. പിന്നെ നമുക്ക് ഒന്നിനോടും ഒരു എന്താ പറയാ, കോൺസെൻട്രേഷൻ കിട്ടില്ല. ഭയങ്കര അലസതയായിരിക്കും നമ്മളെപ്പോഴും. പിന്നെ അതിലൊരു ഉത്സാഹമില്ല, എപ്പോഴും മന്ദിപ്പ്, നമുക്കൊരു കാര്യത്തിനോട് ഒരു മന്ദിപ്പ് തോന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ സന്ധികളിലൊക്കെ ഭയങ്കര നീര്, ഭയങ്കര വേദന, നീർക്കെട്ടുകൾ, അതേപോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഇത് ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പം ഇതില് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യാം? നമ്മളിപ്പോ ആദ്യമേ പറഞ്ഞു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, കഫം കൂടുന്ന അവസരത്തിലാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് വളരെ ചെറിയ ഒരു എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കഫം കുറയ്ക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യണം. കഫം കുറയ്ക്കുന്നതും അതേപോലെ ആമാവസ്ഥ കുറയ്ക്കുന്നതും, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ നല്ല രീതിയിൽ കൂട്ടണം. അതേപോലെ നമ്മുടെ കഫദോഷം കുറയ്ക്കണം. ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ ചെയ്താലാണ് നമ്മുടെ ശരീരത്തിലത്തെ ഈ അവസ്ഥ മാറ്റം വരുത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ. മനസ്സിലായോ? ചെറിയൊരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ അതുപോലെ കൊഴുപ്പ്, അതായത് ഈ അടങ്ങിയ ആമാവസ്ഥയിൽ കൂടെ വന്ന കൊഴുപ്പിനെയും നമ്മൾ കുറയ്ക്കണം. അപ്പൊ മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടി വരും, ഭക്ഷണ രീതികൾ മാറ്റേണ്ടി വരും. മനസ്സിലായോ? കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കണം, എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരിക്കണം, ബേക്കറി സാധനങ്ങൾ കഴിക്കാതിരിക്കുക, മധുര പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ അതേപോലെ ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ, ഫ്രൈ ചെയ്തതും അങ്ങനെയൊക്കെ കഴിക്കാതിരിക്കുക, പ്രോസസ്ഡ് ഫുഡ് കഴിക്കാതിരിക്കുക, ഫ്രീസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. ഇതൊക്കെ കഴിക്കുന്നത് കൂടെ, അതുപോലെ അച്ചാറുകള്, അങ്ങനത്തെ ഫുഡുകൾ, അതുപോലെ നമുക്കറിയാലോ പ്രോസസ്ഡ് ആയിട്ട് വരുന്ന എല്ലാത്തരം ഫുഡുകളും ഒഴിവാക്കുക, കൃത്യമായിട്ട് ഒഴിവാക്കുക. പിന്നെന്താണ്, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക. ഞാൻ അതൊക്കെ പറഞ്ഞ പോലെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ശീലാക്കണം? രസത്തിലൊക്കെ ഒരുപാട് നമ്മുടെ ഡൈജഷന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ഘടകങ്ങളുണ്ട്. അപ്പൊ രസം നന്നായി കഴിക്കുക, നമ്മുടെ കറികളിലൊക്കെ ഉൾപ്പെടുത്തുക രസം, സംഭാരം, അതുപോലെ കാച്ചിയ മോര്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശൈലിയാക്കി മാറ്റാം. പിന്നെ നാരടങ്ങിയ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫൈബേഴ്സ്, നാരെന്ന് പറഞ്ഞത് ഫൈബേഴ്സ്, അതടങ്ങിയ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറ്റാം. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം 2 തരത്തിലുള്ള കൊളസ്ട്രോൾ ആണുള്ളത്. ഏതൊക്കെയാണ്? HDL ഉം LDL ഉം. HDL എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. അപ്പൊ HDL എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, LDL എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അപ്പൊ ഇതിൽ രണ്ടിലും വെച്ചിട്ട് LDL കൂടുന്ന സമയത്താണ് നമുക്ക് പൊട്ട രീതിയിലുള്ള, അതായത് നമ്മുടെ ശരീരത്തിന് മോശം രീതിയിലുള്ള അവസ്ഥകളിലേക്ക് നയിക്കുന്നത്. അപ്പൊ LDL ആണ് നമ്മളെപ്പോഴും കുറയ്ക്കാൻ നോക്കേണ്ടത്. അതേ സംബന്ധിച്ച് നമുക്കറിയാം കോഴിമുട്ടയിൽ കൊഴുപ്പുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി കോഴിമുട്ടയിൽ ഉണ്ടാകുന്ന കൊഴുപ്പുണ്ട്, പക്ഷെ അത് കോഴിമുട്ടയിൽ അടങ്ങിയിരിക്കുന്നത് HDL ആണ്. HDL എന്ന് വെച്ചാൽ നല്ല കൊളസ്ട്രോൾ ആണ്. നല്ല കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കോഴിമുട്ട കൊണ്ട് ഉണ്ടാവാറില്ല. അത് കഴിക്കുന്നത് ഏകദേശം നല്ലതാണ് കേട്ടോ.
LDL എന്ന് പറയുന്നതും അതിലുണ്ട്, പക്ഷെ അത് താരതമ്യേന കുറവാണ്. കൂടുതലുള്ളത് HDL ആണ്. അപ്പൊ നമ്മള് ഒരു സമൂസയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പരിപ്പുവടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരത്തിനേക്കാളും കൂടുതൽ നല്ലതാണ് എപ്പോഴും മുട്ട കഴിക്കുന്നത്. അപ്പൊ മുട്ട കഴിക്കുന്നത് ഒരു ശീലമാക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ 1-2 മുട്ട കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രോബ്ലവും വരാനില്ല. അത് വളരെ നല്ലതാണ് ശരീരത്തിന് എന്നുള്ളതാണ് നമുക്കറിയുന്നത്. അപ്പം കോഴിമുട്ട കഴിക്കുന്നത് പ്രശ്നമില്ല. കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും കോഴിമുട്ട കഴിക്കാം. പക്ഷെ കുറെ കഴിക്കാതിരിക്കുക, ഒരുപാട് കഴിക്കാതിരിക്കുക. 1-2-3 കഴിക്കുന്നതിൽ കോഴിമുട്ട കഴിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല കേട്ടോ. അപ്പൊ അത് പറഞ്ഞ പോലെ LDL എന്നുള്ളതാണ് എപ്പോഴും വില്ലനായിട്ട് വരാറുള്ളത്. അതുപോലെ ട്രൈഗ്ലിസറൈഡ് 320 ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെറിയ ഒറ്റമൂലികൾ വെച്ചിട്ട് ചെയ്യാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് ഒരു നല്ല ട്രീറ്റ്മെന്റ് തന്നെ എപ്പോഴും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് തന്നെ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് LDL കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതിൽ ആർത്തിരോസ്ക്ലിറോസിസ് എന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്ട്രോക്ക്, അതേപോലെ അങ്ങനെ പല ഇഷ്യൂസും നമുക്ക് ഈ LDL കൂടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും LDL കൂടുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് അത് വഴിതെളിക്കും കേട്ടോ. അപ്പൊ അതെന്തായാലും LDL കൊളസ്ട്രോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അപ്പൊ ഇനി നമുക്ക് ഒറ്റമൂലികളിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്തൊക്കെ ഔഷധങ്ങളാണ്, അതിൽ പ്രധാനപ്പെട്ട 5 ഔഷധങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഈ ഇൻഗ്രീഡിയന്റ് എപ്പോഴും നമ്മുടെ വീടുകളിലും ലഭ്യമാണ്. അപ്പൊ എപ്പോഴും ഓർമ്മ വെക്കേണ്ടത്, എനിക്കൊരു വലിയ രീതിയിൽ കൊളസ്ട്രോൾ ഉണ്ട്, പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറും. അങ്ങനെയല്ല. നമ്മൾക്ക് ഒരു ബിഗിനർ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ആദ്യത്തെ സ്റ്റേജിലാണ്, നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കൊളസ്ട്രോൾ ഇപ്പൊ ഡയഗ്നോസ് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മാറ്റേണ്ടത്, എന്തൊക്കെ ജീവിത രീതികളിൽ നിങ്ങൾക്ക് അത് ഉൾപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് നല്ല ഹൈ രീതിയിലുള്ള കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കാം. എന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷനും ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് കൺസൾട്ടേഷനും ചെയ്യുന്നു. അപ്പൊ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ കാണാം കേട്ടോ. അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡോക്ടറെ കാണുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ മാത്രം എടുത്തതിന് ശേഷം മരുന്നുകൾ ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന ഏർലി സ്റ്റേജിലുള്ള ആൾക്കാർക്കാണ്. ഏർലി സ്റ്റേജിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റമൂലി വളരെ ഫലപ്രദമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 5 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഏതൊക്കെയാണ്? ഇഞ്ചി, മഞ്ഞള്, പിന്നെ അതുപോലെ ഉലുവ, കുരുമുളക്. ഇഞ്ചി, മഞ്ഞള്, ഉലുവ, കുരുമുളക്. പിന്നെ വരേണ്ടത് കറുവപ്പട്ട. അപ്പൊ കറുവപ്പട്ട ഞാൻ ക്ലോവ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. കറുവപ്പട്ടയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആണ് ഈ പറയുന്ന 5 സംഭവങ്ങളും. കാരണം കറികളിലൊക്കെ ഇടാനായിട്ട് നമ്മൾ വീട്ടിൽ മേടിച്ചു വെക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു റെമഡിയാണ്, അല്ലെങ്കിൽ ഒരു ഒറ്റമൂലിയാണ് ഇത് കേട്ടോ. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാതും 5 ഗ്രാമാണ് വേണ്ടു. അപ്പൊ മൊത്തത്തിൽ ഒരു 15 ഗ്രാം നമ്മൾ എടുക്കുക. അപ്പൊ 15 ഗ്രാം ഇത്രയും എല്ലാം തുല്യ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ തുല്യ അളവിൽ 15 ഗ്രാം എടുത്തിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 20 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. ആ തിളപ്പിച്ചതിന് ശേഷം ഇത് എന്ത് ചെയ്യുക, തിളപ്പിച്ച് കഴിയുമ്പോൾ അതൊരു 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ ആയിട്ട് നമുക്കത് ചുരുങ്ങി കിട്ടും. അത് നമ്മൾ ഒരിക്കലും അതിന്റെ ചണ്ടി കളയാതിരിക്കരുത്. ചണ്ടി ഉള്ളത് മുഴുവൻ നമ്മൾ കളയുക. എന്നിട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കുക ആ വെള്ളം റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ഒരിക്കലും ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്നും വെക്കരുത്. റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ചെറിയ ചൂട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല വെച്ചാല് അങ്ങനെ കഴിക്കാം. അപ്പൊ ഒരു 1/2 ലിറ്റർ, ഇപ്പൊ ഒരു 2 ലിറ്റർ വെള്ളം 1 ലിറ്റർ ആയിട്ട് നിങ്ങൾ വറ്റിച്ചു എന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് കിട്ടും. ആ 1 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 1/2 ഗ്ലാസ് വീതം മോർണിംഗ് ഈവനിങ് ആയിട്ട് നിങ്ങൾക്ക് കുടിച്ചു തീർക്കാവുന്നതാണ്. അല്ലെങ്കിൽ പല പല അവസരങ്ങളായിട്ട് നിങ്ങൾക്ക് കുടിച്ചു തീർക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ LDL, അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കുറയുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ തുടക്കക്കാരാണ്, കൊളസ്ട്രോൾ ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് ഇതൊന്ന് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, ഹോം റെമഡീസ് ഉപയോഗിച്ച് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ. അതുപോലെ പിത്തപ്രകൃതിക്കാരുണ്ടാവും. അത് നല്ല രീതിയിൽ പിത്തപ്രകൃതിക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് അസിഡിറ്റി കൂടുതലായിരിക്കും, ബേണിംഗ് സെൻസേഷൻ കൂടുതലായിരിക്കും, എപ്പോഴും നെഞ്ചരിച്ചിലുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം അസിഡിറ്റി ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ. അല്ലാത്തവർക്ക് ഇത് ചെയ്തു നോക്കാം. അസിഡിറ്റി നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ഇത് ചെയ്യണ്ട കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ ഇല്ലാത്ത ആൾക്കാർ, അതായത് ചിലപ്പോഴൊക്കെ അസിഡിറ്റി വരാറുണ്ട്, പക്ഷെ എപ്പോഴും അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ പച്ചമോര് കുടിക്കാവുന്നതാണ്. കാച്ചിയ മോര്, അല്ലെങ്കിൽ സംഭാരം, ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ അസിഡിറ്റി ഒന്നും വരാതെ നമ്മുടെ, കാരണം അത് തണുപ്പാണല്ലോ, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് വരുന്നത് കൊണ്ട് തന്നെ ആ വിദാഹം മുഴുവൻ പോയി കിട്ടും കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു വളരെ ഫലവത്തായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും വീട്ടില് ചെയ്തു നോക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ
LDL കുറഞ്ഞു കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താല്പര്യമുള്ള കൊളസ്ട്രോൾ ഉണ്ട് തുടക്കക്കാരാണ് എന്നുള്ളവർ, അല്ലാത്തവര് നല്ലൊരു ഫലവത്തായ ചികിത്സ അടുത്തുള്ള ഡോക്ടറെയോ അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ടൊക്കെ നമ്മളെ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ അതിനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ്. അപ്പൊ ഓക്കെ, ബൈ, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.